മഴ തോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രനിൽ നിന്നും എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞ ആ ഒരു ആഘാതത്തിൽ മുത്തശ്ശിക്ക് ഒരിടത്തും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആകെ വെപ്രാളപ്പെട്ട് വൈജയന്തി ഒന്ന് നേരിൽ കാണണം. അവൾ ആ ഡിവോഴ്സിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുൻപേ തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന വാശിയിലായിരുന്നു മുത്തശ്ശി. ഈ സത്യങ്ങൾ അറിഞ്ഞതിൽ പിന്നെ മുത്തശ്ശിക്കൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ മനുവിനെ വിളിച്ചിട്ട് തൻ്റെ ആഗ്രഹം അറിയിച്ചു. എനിക്കവളെ ഒന്ന് കാണണം മോനെ, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചപ്പോൾ മനുവിന് ആദ്യം ഒരു മടിയുണ്ടായിരുന്നു. മുത്തശ്ശി പറഞ്ഞാലൊന്നും ആൻറ്റി കേൾക്കാൻ പോകുന്നില്ല. ഈ പ്രശ്നങ്ങൾക്കിടയിൽ വെറുതെ എന്തിനാ എന്നൊക്കെ മനു ചോദിച്ചുവെങ്കിലും മുത്തശ്ശിയുടെ സങ്കടം കണ്ടപ്പോൾ അവന് അത് സമ്മതിക്കേണ്ടി വന്നു. എപ്പോഴാ പോവേണ്ടത് എന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുപോയിക്കോളാം മുത്തശ്ശി എന്ന് പറഞ്ഞ് മനു ഉറപ്പ് നൽകി. എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് അവളുടെ അടുത്തേക്ക് പോകണം മോനെ. അവൾ ആ വിഡിത്തം കാണിക്കുന്നതിന് മുൻപേ തന്നെ എനിക്ക് ചിലത് അവളോട് പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വേഗം തന്നെ പോവാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ മനു മുത്തശ്ശിയെ വൈജയന്തി കിടക്കുന്ന ആ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി ഒരു കസേരയിൽ ചെന്നിരുത്തി. ഞാൻ പുറത്തുണ്ടാവാം മുത്തശ്ശി, സംസാരിച്ചു കഴിഞ്ഞാൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് വൈജയന്തിയോട് ഒന്നും മിണ്ടാതെ മനു നേരെ പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ അവളുടെ മുഖമൊന്നു മാറി. കണ്ടോ അമ്മേ, അവൻ എന്നെ ഇപ്പോൾ ഒരു വിലയുമില്ല. ഒരു വാക്ക് പോലും ചോദിക്കാതെയാണ് അവൻ പോകുന്നത്. സുഖമാണോ എന്ന് പോലും ചോദിച്ചില്ലല്ലോ എന്ന് വൈജയന്തി പരാതി പറഞ്ഞു. വൈജയന്തിക്ക് നല്ല പരാതി ഉണ്ടായിരുന്നു. മുത്തശ്ശിയിൽ നിന്നും ഒരു മറുപടിയും കിട്ടിയില്ല. അവൻ ഇടക്ക് കയറി വന്ന് പോകുന്നതല്ലേ എന്ന് മുത്തശ്ശി ഒഴിഞ്ഞു മാറിയപ്പോൾ അമ്മ എന്നെ കുറ്റം പറയാൻ വന്നതാണോ എന്നും ആരാണ് ഈ വയ്യാത്ത കാലം വെച്ച് അമ്മ എങ്ങോട്ടേക്ക് വിട്ടത് എന്നൊക്കെ വൈജയന്തി തട്ടിക്കയറാണ്. എനിക്ക് ഡോക്ടറെ കാണാൻ ഒരു അത്യാവശ്യമുണ്ടായിരുന്നു. മനു വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ കൂടെ പോന്നു എന്ന് മുത്തശ്ശി കളവ് പറഞ്ഞുവെങ്കിലും മുത്തശ്ശി തൻ്റെ ലക്ഷ്യത്തിലേക്ക് കടന്നു. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ഗൗരവമായി സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വന്നതാണോ എന്ന് വൈജയന്തി സംശയത്തോട് ചോദിച്ചു. നിന്റെ അഹങ്കാരത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ലല്ലോ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ അമ്മ എന്തിനാ വന്നതെന്ന് വെച്ചാൽ അത് വേഗം പറഞ്ഞിട്ട് പോവാൻ നോക്കിയെന്നായി വൈജയന്തി. നീ ഈ ഡിവോഴ്സിൻ്റെ കാര്യമൊക്കെ തീരുമാനിച്ചു എന്ന് കേട്ടല്ലോ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ അതെ, ഞാൻ തീരുമാനിച്ചു. ബാലചന്ദ്രനുമായി ഇനി എനിക്കൊരു ജീവിതം വേണ്ട. എന്നെ ചതിച്ച് മറ്റൊരു പെണ്ണിനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച് അയാളുടെ കൂടെ ഞാൻ ഇനി കഴിയണമെന്നാണോ അമ്മ പറയുന്നത് എന്ന് അവൾ ദേഷ്യപ്പെട്ട് ചോദിച്ചു. നമ്മുടെ കുടുംബം നശിപ്പിക്കാൻ കാരണം അലീനയാണ് എന്നും അവളെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടാതെ ഞാൻ ഇനി അങ്ങോട്ടേക്ക് കയറില്ല എന്നും അവൾ കട്ടായം പറഞ്ഞു. ആരും എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട. ഉപദേശിച്ചാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായത് എന്ന് വൈജയന്തി ഒച്ച വെച്ചപ്പോൾ മുത്തശ്ശിയുടെ മുഖം ആകങ്ങ് വാടി. നീ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയല്ല എന്നും നിന്റെ മകൻ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് ജയിലിൽ കിടക്കുന്നത് എന്ന് നീ ഓർക്കണമെന്നും മുത്തശ്ശി അവളെ ഓർമ്മിപ്പിച്ചു. ബാലചന്ദ്രൻ ചതിച്ചു എന്ന് നീ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ അലീന അയാളുടെ മകളാണെന്ന് ഉറപ്പല്ലേ എന്നായിരുന്നു വൈജയന്തിയുടെ മറുപടി. അലീന അങ്ങനെ ഒരു കുട്ടിയല്ല എന്നും ബാലചന്ദ്രൻ അങ്ങനെയുള്ള ഒരാളല്ല എന്നും മുത്തശ്ശി തറപ്പിച്ചു പറഞ്ഞു. എന്നിട്ട് വൈജയന്തിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ മുത്തശ്ശി ആ ഒരു സത്യം അങ്ങ് വിളിച്ചു പറയാണ്. ഈ ബാലചന്ദ്രനെ കുറ്റം പറയുന്നത് നീ എങ്ങനത്തെവളാണ് വൈജയ്? ആഗ്രയിൽ നീ കാട്ടിക്കൂട്ടിയതൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ നീ എന്ത് ചെയ്യും? നീ അത്ര വലിയ പുണ്യാളത്തിയാവുന്നു അല്ലല്ലോ എന്ന് മുത്തശ്ശി തുറന്നടിച്ചപ്പോൾ വൈജയന്തി ആകെ ഞെട്ടിപ്പോയി. കല്യാണത്തിന് മുന്നേയും ശേഷവും നീ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടോ എന്നും അപ്പോൾ ശരിക്കും ചതിച്ചത് നീ തന്നെയല്ലേ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ വൈജയന്തിക്ക് പിന്നെ അതിനൊന്നും ഉത്തരമില്ലായിരുന്നു. എങ്കിലും തൻ്റെ അഹങ്കാരം കൈവിടാതെ അലീനയെ അംഗീകരിക്കാൻ തനിക്ക് കഴിയില്ല എന്ന് അവൾ ആവർത്തിച്ചു. തൻ്റെ എല്ലാ ചരിത്രവും ഭൂമിശാസ്ത്രവും ബാലചന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞു. നീ ആഗ്രയിൽ എങ്ങനെയാണ് ജീവിച്ചത് എന്നും നീ പിഴച്ചു പ്രസവിച്ചവളാണെന്നൊക്കെ അവൻ ഇപ്പോൾ തന്നെ അറിയാമെന്നും മുത്തശ്ശി പറഞ്ഞപ്പോൾ വൈജയന്തിയുടെ ലോകം തന്നെ അങ്ങ് ഇടിഞ്ഞു വീണു. ഇതിലും വലിയ ചതിയൊന്നും അവൻ നിന്നോട് ചെയ്തിട്ടില്ലെന്നും നീ ഈ പാട്ടിനെ ഇറക്കി വിട്ടാൻ നോക്കുന്ന അലീനയല്ലേ നിന്റെ സ്വന്തം മകളാണെന്നും നിന്റെ ചോരയിൽ പിറന്നതാണെന്നൊക്കെ മുത്തശ്ശി ആ ഒരു സത്യം അങ്ങ് വെളിപ്പെടുത്തുകയാണ് വൈജയന്തിയോട്. നിന്റെ അച്ഛനും അമ്മാവനും നിന്നിൽ നിന്നും മറച്ചു വെച്ച ആ ഒരു സത്യമാണെന്നും ഇപ്പോൾ മനുവിനും ബാലചന്ദ്രനും എല്ലാ കാര്യങ്ങളും അറിയാമെന്നൊക്കെ പറയും. അത് കേട്ടപ്പോൾ വൈജയന്തിക്ക് പിന്നെ വാക്കുകളൊന്നും പറയാൻ കിട്ടാതെയായി. അലീന ഇനി മേലാൽ കുറ്റം പറയരുതെന്നും ഡിവോഴ്സിന് പോയാൽ ബാലചന്ദ്രൻ ഇതെല്ലാം തന്നെ കോടതിയിൽ വിളിച്ചു പറയുമെന്നും അന്ന് നീ നാണം കെട്ടുപോകുമെന്നൊക്കെ മുത്തശ്ശി അവൾക്ക് താക്കീത് നൽകി. ബാലചന്ദ്രൻ ഇത്രയും അധികം പണവും പ്രതാപവും ഉണ്ടാക്കിയത് നിനക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. എന്നിട്ടും നീ അവനെ ചതിക്കുകയല്ലേ ചെയ്തത്? മുത്തശ്ശി ചോദിച്ചപ്പോൾ വൈജയന്തി ആകങ്ങനെ മരവിച്ചു പോവാണ്. ഇനിയെങ്കിലും ഒരു മനുഷ്യ സ്ത്രീയായിട്ട് നീ ജീവിക്കാൻ നോക്കിയെന്ന് പറഞ്ഞ് മുത്തശ്ശി മനുവിനെ വിളിച്ചിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടതിനെ വൈജയന്തി ആകങ്ങനെ തളർന്നു കിടക്കുകയാണ്. തൻ്റെ 2 കണ്ണുകളിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഒഴുകി മറിയുന്നുണ്ടായിരുന്നു. കൈകൾ കൊണ്ട് ബെഡ്ഷീറ്റ് മുറുകെ പിടിച്ചുകൊണ്ടതിനെ അവൾ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. സ്വന്തം മകളോട് താൻ ഇത്രയും കാലം ചെയ്ത ക്രൂരതകളും അവളെ പിഴച്ചവളാണെന്ന് വിളിച്ച് അപമാനിച്ചതും അടിച്ചു പുറത്താക്കിയതുമെല്ലാം തന്നെ ഓർത്തുകൊണ്ട് തന്നെ വൈജയന്തിക്ക് അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല.
തന്നെ ഇത്രയേറെ സ്നേഹിച്ച ബാലചന്ദ്രനെ താൻ ചതിച്ചുവെന്നും അദ്ദേഹത്തോട് ഇത്രമാത്രം മോശമായി പെരുമാറിയതൊക്കെ ഓർത്തുകൊടുത്തിന് വൈജയന്തി പൊട്ടിക്കരഞ്ഞു. സ്വന്തം അമ്മയുടെ നാവിൽ നിന്ന് തന്നെ ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ വൈജയന്തിക്ക് ഇനി എങ്ങനെ ബാലചന്ദ്രനെയും അലീനയുടെയും മുഖത്തു നോക്കുമെന്നൊക്കെ ഓർത്തുകൊടുത്തിന് ആകെ തകർന്നു പോവാണ്. അവരോട് മാപ്പ് ചോദിക്കാനും സ്നേഹത്തോട് ജീവിക്കാനും തയ്യാറെടുക്കുന്ന ഒരു വൈജയന്തിയായിരിക്കട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ ആ കട്ടിലിൽ കിടന്ന് വൈജയന്തി വിങ്ങിപ്പൊട്ടുമ്പോൾ ഹോസ്പിറ്റൽ മുറിയിലെ നിശബ്ദതയ്ക്ക് കനം കൂടിയിരുന്നു. താൻ ഇത്രയും കാലം അന്യായി കണ്ടതും അഴിഞ്ഞാട്ടക്കാരിയെന്ന് മുദ്രകുത്തി ആട്ടിയിറക്കിയതും സ്വന്തം രക്തത്തെയാണല്ലോ എന്ന തിരിച്ചറിവ് ഒരു നീറ്റിലായി തന്നെ അവളുടെ ഉള്ളിൽ പടർന്നു. പണ്ട് ആഗ്രയിലെ ആ ഇരുണ്ട നാളുകളിൽ ഉപേക്ഷിക്കേണ്ടി വന്ന തൻ്റെ കുഞ്ഞ് അലീനയായി തൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന സത്യം അവളെ വല്ലാതങ്ങ് തളർത്തി കളഞ്ഞു. പെട്ടെന്ന് വാതിൽ തുറന്ന് ബാലചന്ദ്രൻ അകത്തേക്ക് വന്നപ്പോൾ വൈജയന്തിക്ക് അയാളുടെ മുഖത്ത് നോക്കാൻ പോലുമുള്ള കരുത്തുണ്ടായിരുന്നില്ല. ബാലേട്ട എന്ന് വിളിക്കാനാഞ്ഞുവെങ്കിലും വാക്കുകൾ തൊണ്ടയിലങ്ങ് കുരുങ്ങി. ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ അവളുടെ അരികിലേക്ക് വന്നിരുന്നു. ആ കണ്ണുകളിൽ ദേഷ്യമായിരുന്നില്ല, മറിച്ച് വല്ലാത്തൊരു ശൂന്യതയായിരുന്നു. എല്ലാം അറിഞ്ഞുവല്ലേ എന്ന് അദ്ദേഹം മെല്ലെ ചോദിച്ചപ്പോൾ വൈജയന്തിക്ക് ആകെ ചെയ്യാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൈകളിങ്ങ് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുക മാത്രമായിരുന്നു. വർഷങ്ങളോളം താൻ നെഞ്ചിലേറ്റിയ അഹങ്കാരത്തിൻ്റെ കോട്ടകൾ ഓരോന്നോരോന്നായി തകർന്നത് അവൾ അറിഞ്ഞു. താൻ ചതിച്ചിട്ടും തന്നെയും തൻ്റെ മക്കളെയും ഇത്രമാത്രം ചേർത്ത് പിടിച്ച് ഈ ഒരു മനുഷ്യനോട് എങ്ങനെയാണ് മാപ്പ് ചോദിക്കുന്നത് അവൾക്കറിയില്ലായിരുന്നു. ഇതേസമയം പുറത്ത് അലീന വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങൾ അവളും കേട്ടിരുന്നു. ഇത്രയും കാലം തന്നെ വെറുത്ത ആ ഒരു സ്ത്രീ തൻ്റെ അമ്മയാണെന്നുള്ള സത്യം വൈജയന്തി അറിഞ്ഞിരിക്കുന്നു. അത് ഉൾക്കൊള്ളാൻ അലീനയ്ക്ക് പ്രയാസമായിരുന്നു. വൈജയന്തിയുടെ മുറിയിലേക്ക് മെല്ലെ നടന്നു നിന്ന് അലീന കണ്ടത് തളർന്നു കിടക്കുന്ന തൻ്റെ അമ്മയാണ്. വൈജയന്തി കണ്ണു തുറന്നു നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന അലീനയെ കണ്ടപ്പോൾ വിറക്കുന്ന കൈകൾ നീട്ടിക്കൊണ്ട് തന്നെ അവൾ അരികിലേക്ക് വിളിച്ചു. മോളെ മോളെ എന്ന വിളി കേട്ടപ്പോൾ അലീനയുടെ ഉള്ളിലെ പരിഭവങ്ങളെല്ലാം തന്നെ മഞ്ഞു പോലെ തന്നെ ഉരുകിത്തീർന്നു. ഇത്രയും കാലം നാവ് കൊണ്ട് മുറിവേൽപ്പിച്ച ആ അമ്മ ഇന്ന് കണ്ണുനീർ കൊണ്ട് ആ മുറിവുകളെല്ലാം തന്നെ കഴുകി മാറ്റുകയായിരുന്നു. അലീനയെ കെട്ടിപ്പിടിച്ചു കൊണ്ടുകൊണ്ട് തന്നെ വൈജയന്തി കരയുമ്പോൾ ഉള്ളിലെ ഭാരമെല്ലാം ഇറങ്ങുകയായിരുന്നു. താൻ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി ബാലചന്ദ്രൻ്റെ പാദങ്ങളിൽ വീണുകൊണ്ട് തന്നെ അവൾ മാപ്പ് ചോദിച്ചു. ഇനി ഒരു ഡിവോഴ്സിനെക്കുറിച്ചോ തർക്കങ്ങളെക്കുറിച്ചോ ആ വീട്ടിൽ ആരും സംസാരിക്കില്ല എന്ന് ആ നിമിഷം ഉറപ്പായി. നെടുമ്പുരക്കൽ വീട്ടിലേക്ക് ഇനി മടങ്ങുന്നത് പഴയ വൈജയന്തിയായിട്ടല്ല, മറിച്ച് സ്നേഹവും കരുണയുമുള്ള ഒരു അമ്മയായിട്ടായിരിക്കുമെന്ന് അവൾ സ്വയം പ്രതിജ്ഞയെടുത്തു. അങ്ങനെ ബാലചന്ദ്രനും വൈജയന്തിയും അലീനയും ഒരേ മനസ്സോടുകൂടി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.